ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ തന്നെ നാടൻ രീതിയിലുള്ളൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. അത് ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ ഒഴിച്ചുകറിയുടെ പ്രധാനമായിട്ടും മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഒഴിച്ചുകറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മുരിങ്ങയിലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് മുരിങ്ങയില തോരൻ, അതുപോലെ തന്നെ ഒഴിച്ചുകറിയൊക്കെ. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചുകറി വെക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഇതിനു വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, അതുപോലെ തന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, അതിനോടൊപ്പം തന്നെ ഒരു എരിക്ക് ആവശ്യമായി കുറച്ച് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട്, മുളക് പൊടിക്ക് വരെ നിങ്ങൾക്ക് പച്ചമുളക് ആയാലും എടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അത് വെണ്ണ പരുവത്തിന് അരഞ്ഞു കിട്ടണം. ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കാവുന്നതാണ്. അടുത്തയായിട്ട് ഇനി ഒരു പാൻ അടുപ്പ് വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത്, എണ്ണ ചൂടാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുത്തു. അത് നമ്മൾ കടുക് ഒന്ന് താളിച്ചാണ് എടുക്കുന്നത്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ കൊച്ചെറിയ ഉള്ളിയും ഇതിനോടൊപ്പം തന്നെ കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത്, വറ്റൽമുളക് ഏറെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് വേണം. അപ്പോൾ വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് ബ്രൗൺ കളറാവുക, ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയിലയും കൂടി ഇട്ട് ഇത് എണ്ണയ്ക്കകത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മുരിങ്ങയില ആദ്യം ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഈ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ മിക്സിയുടെ ഇത് അരച്ച ജാറുണ്ടല്ലോ, ആ മിക്സിയുടെ ജാറ് കഴുകി ഇതിനാവശ്യമായ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആക്കേണ്ട, ഒരു കുഴമ്പ് രൂപത്തിലിരിക്കുന്ന ആ ഒരു പരുവത്തിൽ മതി. ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. എന്നിട്ട് കറിക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കറി ഒരിക്കലും തിളയ്ക്കല്ലും, ഒന്ന് ചൂടായി എടുത്താൽ മതി. അതിനുശേഷം ചൂടായതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു മുരിങ്ങയിലക്കറിയാണ്. അത് ചൂട് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കൊച്ചു പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു കറിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.